So let's start the session. അങ്ങനെ നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ 10ാമത്തെ സെഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, നമുക്ക് ടോട്ടലി 10 സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 9 സെഷൻസ് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഫൈനൽ സെഷനിലോട്ട് എൻ്റർ ചെയ്യാണ്. എന്താ പറയാ, നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ചുറ്റിനും അത്ര നല്ല ഒരു ന്യൂസ് ഒന്നും അല്ല കേൾക്കുന്നത്. ഒരുപാട് ഇഷ്യൂസും റെയിൻ കൊണ്ടുള്ള ഒരുപാട് ഇഷ്യൂസും ക്ലൈമറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എല്ലാവരും സേഫ് ആണെന്ന് അത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാം. ആ ഒരു നോട്ടോട് കൂടെ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഇത്തവണത്തെ ലേൺ വൈസിന്റെ ഓറിയന്റേഷൻ സെഷന്റെ ഒരു മോട്ടോ തന്നെ എന്തായിരുന്നു? ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് അല്ലെ? നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ 9 സ്റ്റേജിലൂടെ കടന്നു പോയപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ വൈസിനെ പറ്റി അറിയാനും, ലേൺ വൈസ് ആസ് എ ടീം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, നിങ്ങളെ ഈ ഒരു അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ഒരു സെഷനോട് കൂടെ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറയുന്ന സെഷനോട് കൂടെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു അക്കാദമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ കഴിഞ്ഞു പോയ സെഷൻസ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവരും തന്നെ വീഡിയോ ഒക്കെ ഓൺ ചെയ്യാം കേട്ടോ. നമ്മുടെ ലാസ്റ്റത്തെ സെഷനാണ്, ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരും തന്നെ വീഡിയോ മാക്സിമം ഓൺ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. നമുക്കറിയാം നമ്മുടെ ഏറ്റവും ആദ്യത്തെ സെഷൻ എന്തായിരുന്നു? സേ ഹലോ ടു. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആരൊക്കെയാണ്, നിങ്ങളുടെ കൂടെ പഠിക്കാൻ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ള ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റി. രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് വിത്ത് ഇഗ്നോ. നിങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അസൈൻമെന്റ്സ്, ക്ലാസ്സുകള്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഗ്നോ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് മാറ്റേഴ്സ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെഷനിലൂടെ അറിയാൻ പറ്റി. തേർഡ് സെഷനിലായിരുന്നു നമ്മുടെ സിലബസ് ഡീകോഡിങ്. നിങ്ങൾ എംകോം ഈ ഒരു ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇയർ ഓഫ് സ്റ്റഡീസിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൺസേൺ മെന്റേഴ്സ് എല്ലാം തന്നെ ക്ലാസ് എടുത്ത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം എന്താണ് നിങ്ങൾ ഈ ഒരു വർഷം പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് ഫോർത്ത് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് വിത്ത് ആപ്പ് ആയിരുന്നു. നമ്മുടെ ലേൺ വൈസ് ആപ്പ് ത്രൂ ആണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ആപ്പിന്റെ യൂസ് എങ്ങനെയാണ്, ആപ്പിലൂടെ എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ, ക്ലാസ്സുകൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, അസൈൻമെന്റ് ഗൈഡ് ബുക്സ് വരുമ്പോൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ഫോർത്ത് സെഷനിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി. അഞ്ചാമത്തെ സെഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരുന്നു, അലുമിനി സെഷൻ ആയിരുന്നു. നമുക്കറിയാം നമ്മുടെ അലുമിനി ടോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ സക്സസ്ഫുള്ളി പഠിച്ചിറങ്ങി പോയിട്ടുള്ള സ്റ്റുഡൻസിന്റെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പലരുടെയും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ആ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് സിക്സ്ത് സെഷൻ എൻമാസെ ആയിരുന്നു. ലേൺ വൈസിന്റെ ടീം എങ്ങനെയായിരുന്നു, ലൈക് എന്താണ് നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളിപ്പോ ഇമ്മീഡിയറ്റ് കോണ്ടാക്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ മെന്റേഴ്സിന്റെ അടുത്താവും ഉണ്ടാവുക. പക്ഷെ ഒരു മെന്റർ മാത്രമല്ല, അതിന്റെ പുറകിലുള്ള എൻറ്റയർ ടീമിനെ നിങ്ങൾക്ക് എൻമാസെ എന്ന് പറയുന്ന സെഷൻ കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി. ആൻഡ് സെവൻത് സെഷൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് അംബാസഡർ സെഷൻ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു, നമുക്ക് അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പലരും പല പല ജോലി തിരക്കുകൾക്കിടയിലും പല പല കാര്യങ്ങളിലുമായിരിക്കും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്ട്രെസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, അതിന് ലേൺ വൈസിന്റെ ഒരു കൈത്താങ്ങാണ് മീറ്റ് വിത്ത് ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു സെഷൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കും നിങ്ങൾക്ക് സെഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് ഒക്കെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എയ്ത്ത് സെഷൻ എന്ന് പറയുന്നത് റോഡ് ടു സക്സസ് ആയിരുന്നു. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, നമ്മുടെ മോട്ടോ തന്നെ എന്താണ്? ഡിസ്കവർ, ലേൺ, അച്ചീവ് അല്ലെ? ഈ അച്ചീവിലോട്ട് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്യുന്ന വഴി എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്, എവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ള നിങ്ങൾക്കൊരു ഒരു വഴി വെട്ടിത്തരാനാണ് ആ ഒരു റോഡ് ടു സക്സസ് എന്ന് പറയുന്ന ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഒരു എംകോം സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. അടുത്ത സെഷൻ ആയിട്ടുള്ള മടി ത്രൂ ഇംഗ്ലീഷില് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പലർക്കും ഒരു കടുകട്ടി സംഭവമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതെങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, എങ്ങനെ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെഷനും യൂസ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഇന്നത്തെ സെഷനിലോട്ട് എത്തിയിരിക്കുന്നു, സ്വിച്ച് ഇറ്റ് ഓൺ. ഇനി മുതലാണ് നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലോട്ട്, നമ്മുടെ മോട്ടോറിലുള്ള പോലെ ആ ലേൺ എന്ന് പറയുന്ന ഫേസിലോട്ട് നിങ്ങൾ ഇനി കടക്കാൻ പോകുന്നത് ഈ ഒരു സെഷൻ വഴിയാണ് കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഒരു സെഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡന്റ് സക്സസ് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ആദില മാം അവൈലബിൾ ആണ്. മാം കേൾക്കുന്നുണ്ടോ? അശ്വതി മാം, മാമിന് നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതില മാം ഇപ്പൊ അവൈലബിൾ ആകുമോ? ഓക്കെ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ കേട്ട് നിങ്ങളെ ഓരോ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കൺസേൺ മെന്റേഴ്സിന് ആക്ഷൻ ടാസ്ക് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാരും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ആ ഒരു ആക്ഷൻ ടാസ്കിന്റെ ഒക്കെ ബേസിൽ നമുക്ക് ബെസ്റ്റ് പെർഫോമേഴ്സിനെ സെലക്ട് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള നിലയിൽ പറയാൻ താല്പര്യമുണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനെ നമുക്ക് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ സെൽഫ് ഇൻട്രോ അല്ലേ ചെയ്തത്? അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്രയും കഴിഞ്ഞു പോയ സെഷൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ? നമ്മൾ പേര് വിളിക്കാണ്ട് നിങ്ങളായിട്ട് മുന്നോട്ടേക്ക് വരിക. അതിനാണ് നിങ്ങൾ ഈ ഒരു 10 സെഷൻസിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് നിങ്ങളെ അതിനെ കാപ്പബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പേര് വിളിക്കാണ്ട് തന്നെ എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാളെങ്കിലും മുന്നിലിട്ട് വന്നിട്ട് പറയാ കേട്ടോ. ഓക്കെ, ജിഷ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജിഷ ജിഷ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ജിഷ മ്യൂട്ട് ആണോ? അല്ലല്ലോ. വെച്ചിട്ടാണ് കേൾക്കുന്നില്ല. ഓക്കെ, പറഞ്ഞു. ഇല്ലല്ലോ. ജിഷ ഇയർഫോൺ ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കാമോ? സംസാരിച്ചു നോക്കൂ. പറഞ്ഞോളൂ. ഇല്ല, കേൾക്കുന്നില്ല അല്ലെ? ഓഡിയബിൾ അല്ലല്ലോ, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ ജിഷ. സാരല്ല, വേറെ ആർക്കെങ്കിലും മുന്നേക്ക് വരാൻ താല്പര്യം ഉണ്ടോ? ജിഷ അപ്പത്തേക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ പരിഹരിക്കും. മാം, അതിന് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തോട്ടെ. നമ്മുടെ സിഇഒ ആയിട്ടുള്ള റഹീസ് സാർ ഇന്നത്തെ സെഷനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടായിരുന്നു. സാറിന് അപ്പൊ കുറച്ച് നമ്മളുടെ സെഷൻസിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കാരണം സാറിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പം സാറ് എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സാറിന്റെ പേരിലും അതുപോലെ തന്നെ ലേൺ വൈസിന്റെ പേരിലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലുള്ള അതുപോലെ തന്നെ നമ്മുടെ എംകോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ഒരു ബെസ്റ്റ് വിഷസ് നേരുന്നു. സാറിന് വേണ്ടിയിട്ട് സാറിന് തിരക്കുകൾ കാരണമാണ് ജോയിൻ ചെയ്യാതെ പറ്റാതെ വന്നത്. അപ്പം എല്ലാവരോടും സാറിന്റെ വകയായിട്ട് ഒരു ബെസ്റ്റ് വിഷസ് പറയുന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് എന്താണ് ഇനി നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾ എല്ലാവരും തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേൺ വൈസിലെ അക്കാദമിക് കോർഡിനേറ്ററും നമ്മുടെ കോർ ടീമിലെ മെമ്പറും ആയിട്ടുള്ള അശോക് സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അശോക് സാറിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിന്റെ സ്റ്റഡീസ് വളരെയധികം എഫക്റ്റീവ് ആക്കാനുള്ള സാറിന്റെ സൈഡിൽ നിന്നുള്ള എന്താണ് സാറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് തരാൻ പോകുന്ന ആ ഒരു അഡ്വൈസും കാര്യങ്ങളും എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓവർ ടു യു സർ. അശോക് സർ. താങ്ക് യു അശ്വതി മാം. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ, ഓഡിയബിൾ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങളെ സാന്ദ്ര മാം ആണെങ്കിലും അശ്വതി മാം ആണെങ്കിലും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ 9 സെഷനായിട്ട് എന്താണ് നമ്മൾ ഓരോ ദിവസം എന്തൊക്കെയാ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു 9 വെറൈറ്റി സെഷൻസ് തന്നെ നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ ശേഷം നിങ്ങൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തതിന് ഒരു പ്രധാനമായിട്ടൊരു ഉദ്ദേശം ഉണ്ടാവും. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നമ്മൾ ഒരുപാട് ആഗ്രഹത്തോട് വന്ന എന്താണോ അത് അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റഡീസ് തന്നെയാണ്. അപ്പൊ ആ സ്റ്റഡീസിന്റെ ഒരു ഇതിൽ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ടൈം ടേബിൾ ആണ് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഒത്തിരി ഞാൻ ഇനി പറഞ്ഞത് ദീർഘിപ്പിക്കാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ടൈം ടേബിൾ ഐ മീൻ നിങ്ങൾ എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഞാനത് ലോഞ്ച് ചെയ്യാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. കാണാമോ? ക്ലിയർ വിസിബിൾ ആണോ? അതെ, വിസിബിൾ ആണ് സർ.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ എംകോമിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 4 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ വരുന്നതാണ് ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ മാനേജറൽ എക്കണോമിക്സ്, പിന്നെ വരുന്ന പേപ്പറാണ് അക്കൗണ്ടിങ് ഫോർ മാനേജറൽ ഡിസിഷൻ, അതുപോലെ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ. ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള 4 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അറിയാം എംകോം നമുക്കൊരു സെമസ്റ്റർ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസംബർ എന്താണ് ഈ ഒരു 4 പേപ്പറിന്റെ എക്സാംസ് നിങ്ങൾക്ക് എഴുതേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ആപ്പ് നോക്കി കഴിഞ്ഞ സമയത്ത് ആയിരിക്കും അതിൽ എന്താണ് പഠിക്കേണ്ടത്. കുറെ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, കുറെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളെ ലേൺ വൈസ് നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ, ഓരോ ദിവസം നമ്മുടെ ലേണേഴ്സ് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് 5 നിങ്ങളുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സബ്ജക്ട് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബിസിനസ് എൻവയോൺമെന്റ് MCO4 എന്ന് പറഞ്ഞൊരു ഫോൾഡർ അതിൽ കാണാം. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൊരു ഇൻട്രൊഡക്ഷൻ ലെസൺസ് നിങ്ങൾക്ക് കുറേ ബ്ലോക്ക് ആയിട്ടുള്ള ലെസൺസ് കാണാം. അപ്പൊ നിങ്ങൾ 5-ാം തീയതി എന്ത് ചെയ്യണം, രാവിലെ 10 മണി രാത്രി 7:30 നമ്മൾ 2 ടൈം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ്, നമുക്ക് എല്ലാം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ്, വേറെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എൻഗേജ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ബിസി വർക്ക് സ്കെഡ്യൂളും കാര്യങ്ങളും ഉള്ളവരാണ്, വേറെ ജോബ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് ഹോൾഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഡേ 5 ഓഗസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് സ്കെഡ്യൂൾ ചെയ്യാം. അപ്പൊ അന്ന് നിങ്ങൾക്ക് കാണേണ്ട 2 ലെസൺസ് ആണ്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ബിസിനസ് എൻവയോൺമെന്റ് ഇൻട്രൊഡക്ഷനും, ലെസൺ 1 ബ്ലോക്ക് 1 ലെസൺ 1 ആണ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം ലെസൺ 1 ഇൻട്രൊഡക്ഷനും ഒക്കെ ഉണ്ടാവും. അത് കണ്ടു കഴിയാം. ഓഗസ്റ്റ് 6 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെസൺ 2 അതുപോലെ ലെസൺ 3 വാച്ച് ചെയ്യാം. ഓഗസ്റ്റ് 7 ലെസൺ 4. ലെസൺ 4 കഴിയുമ്പോൾ നിങ്ങളെ ബിസിനസ് എൻവയോൺമെന്റ് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആവും. നിങ്ങളെ സിലബസ് ഡീകോഡിംഗിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ ലെസൺ 4 കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ദിവസത്തെ ഡേ ഇവിടെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് എന്തിനുള്ളതാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ സെഷനാണ്. റിവിഷൻ സെഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ ബ്ലോക്കിൽ പഠിച്ച കാര്യങ്ങൾ ഒരു ദിവസം ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ നിങ്ങളെ മെന്റേഴ്സിൽ ഒരാൾ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതൊരു സമ്മറി പോലെ പറഞ്ഞുതരും. ഇനി ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ആ ഒരു വീഡിയോസ് കണ്ടുപോലെ മാത്രമല്ല ഉദ്ദേശിച്ചത്, അതിന്റെ കൂടെ ഉള്ള SLMs നിങ്ങൾ വായിക്കണം, വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം വീഡിയോസ് നിങ്ങൾ കവർ ചെയ്ത് പോകണം. ഓരോ ലെസൺസിന്റെയും കൂടെ അതിന്റെ കൂടെ അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എവിടെ എത്തേണ്ടത്, നമ്മളുടെ റിവിഷൻ സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നിങ്ങൾ ഇതൊക്കെ വായിച്ച സമയത്തും കണ്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഡൗട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റിവിഷൻ സെഷൻ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൂം ലിങ്ക് വഴി ഓൺലൈൻ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡയറക്റ്റ് ആയിട്ട് കണ്ട് ലൈവ് ആയിട്ടുള്ള സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോവാം. അത് ക്ലിയർ ചെയ്ത് മസ്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഒരു സ്റ്റഡീസ് നിങ്ങൾക്ക് ഒരു ഡിസംബർ ആവുമ്പോൾ എക്സാം എഴുതാൻ നിങ്ങൾ കേപ്പബിൾ ആവുള്ളൂ. ഈ ബ്ലോക്ക് 1 റിവിഷൻ സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യാണ്. ബ്ലോക്ക് 2 ഓഗസ്റ്റ് 9 സ്റ്റാർട്ട് ചെയ്ത ലെസൺ 5 ലെസൺ 6 ആണ് കാണേണ്ടത്. ലെസൺ 7 8 കഴിഞ്ഞാൽ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ആവും. എഗെയിൻ നമുക്ക് എന്താണ് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇതേപോലെ നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ആരാണോ അവരെന്ത് ചെയ്യും, അതിന് കൃത്യമായിട്ട് അതിന്റെ ഒരു സമ്മറി കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് ലൈവ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. ഒരിക്കലും ലൈവ് സെഷൻസ് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഫുള്ള് പഠിപ്പിക്കാനല്ല കേട്ടോ. കാരണം നിങ്ങൾ ഈ ലെസൺസ് ഫുള്ള് കണ്ടു വന്നിട്ട് അതിന്റെ ഒരു ഡൗട്ട് ക്ലിയറൻസ് സമ്മറി പോലെ പറയും. ആൻഡ് ഇതേ മോഡൽ നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജറൽ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യാം. മാനേജറൽ എക്കണോമിക്സിൽ ഇതുപോലെ ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ ലൈവ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് നമ്മൾ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവാം. അത് കഴിഞ്ഞ് അക്കൗണ്ടിങ് ഫോർ മാനേജറൽ ഡിസിഷൻസ് സെയിം പാറ്റേൺ, അതും 5 ബ്ലോക്കുകൾ, അത് കംപ്ലീറ്റ് ലാസ്റ്റ് സബ്ജക്ട് ആയിട്ട് വരുന്ന ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ ആണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ ലൈവ് സെഷനുകൾ. ഇനി ബൈ നവംബർ 9 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ 4 സബ്ജക്റ്റിന് നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, SLMs കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, വാല്യൂ ആഡഡ് നോട്ട്സ്, എക്സാം വീഡിയോ, ഒബ്ജക്റ്റീവ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് തീരൂല. അതിനാണ് നമ്മൾ ഓരോ ഡേയിൽ എന്ത് കാണണം, എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് ടൈം ടേബിൾ തന്നിരിക്കുന്നത്. അതിനുശേഷം നവംബർ മുതൽക്ക് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു ബാക്കി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് എന്താണ് അതിന്റെ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന്
വീഡിയോസ് ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്നുകൂടി റീവാച്ച് ചെയ്യേണ്ടത് റീവാച്ച് ചെയ്യാം. ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ റിവിഷൻ സെഷൻസ് നമ്മൾ 4 ദിവസം ഓരോ സബ്ജക്റ്റിന്റെ റിവിഷൻ സെഷൻസ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ആൻഡ് ഒരു November 23rd ആകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ 4 സബ്ജക്റ്റിന്റെയും എല്ലാവിധ എക്സലൻസും നോട്ട്സും കാര്യങ്ങളും വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റെഡി ഫോർ എക്സാംസ് ആണ്. December 1st ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഡിസംബർ നമുക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ ഒരു 3rd week ഒക്കെ ആയപ്പോഴാണ് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം ഒന്നും കൂടി പഠിക്കാനുള്ള ഒരു ടൈം കിട്ടും. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു ടൈം ടേബിൾ ഓരോ ദിവസം അല്ലാതെ നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും വീഡിയോസ് ഉണ്ട്. ഇതിൽ എക്സാമിന് തലേദിവസം നിങ്ങൾ എടുത്തത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ലൈവ് സെഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഈവനിങ് ടൈമിലായിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുക. നിങ്ങളെ ഒരു ദിവസം മുന്നേ നിങ്ങൾ എന്തായാലും നിങ്ങളെ മെന്റൽസ് ലൈവ് സെഷൻസിന്റെ കാര്യം നിങ്ങളോട് ഇൻഫോം ചെയ്യും. അപ്പൊ ആ ഒരു ലൈവിന് വരുമ്പോഴത്തേക്ക്, ആ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോഴേക്കും കമ്പൽസറി ആയിട്ട് ആ പെർട്ടിക്കുലർ ബ്ലോക്കിന്റെ എല്ലാവിധ കണ്ടന്റും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഡൗട്ടും കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്തിട്ട് വേണം ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നിങ്ങൾ മുന്നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഓരോ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്ത് ഓരോ സബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പെർട്ടിക്കുലർ എയിമോട് കൂടി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ലേൺ വൈസ് ചൂസ് അല്ലെങ്കിൽ ഇഗ്നോർ ഒരു ജേർണി ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു ജേർണിൽ നിങ്ങൾക്ക് എല്ലാവിധ സക്സസും നമ്മൾ വിഷ് ചെയ്യാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, നിങ്ങളുടെ എയിമിൽ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. അതിന് ലേൺ വൈസിലെ എല്ലാ ഹെൽപ്പും എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജിന്റെ ദൂരത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അവരെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയാ മാക്സിമം സപ്പോർട്ട് മേടിച്ചെടുത്തുകൊണ്ട് തന്നെ നിങ്ങളെ സ്റ്റഡീസ് മുന്നോട്ട് പോവുക. എന്താ പറയാ, നമ്മളെ ആപ്പിലെ എല്ലാ കണ്ടന്റും നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ടാണ് ഇഗ്നോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതുപോലെ ലേൺ വൈസിലെ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് വെർത്ത് ആവുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ സക്സസും വിഷ് ചെയ്യാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഫ്ലൈയിങ് കളേഴ്സിൽ നിങ്ങൾക്ക് എംകോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ജോയിൻ ചെയ്തത് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു അശോക് സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തതായിട്ട് നിങ്ങളെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻറ് സർവീസസ് ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആദില മാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദില മാമിനെ ഇൻവൈറ്റ് ചെയ്യും. ഓവർ ടു യു മാം. താങ്ക് യു. ഞാൻ ഒടുവിലല്ലേ? അതെ അതെ, ഓക്കെ. ഹായ് എവരിവൺ. ഞാൻ ആദില, സ്റ്റുഡൻറ് സക്സസ് എക്സിക്യൂട്ടീവ് ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ പോലെ തന്നെ മെന്റർഷിപ്പ് പോലെ തന്നെ നമ്മൾ പാരലലായിട്ട് പോകുന്ന വേറൊരു ഡിവിഷനാണ് സ്റ്റുഡൻറ് സക്സസ് എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓറിയന്റേഷനൊക്കെ ഇവിടെ നമ്മൾ എൻഡ് ചെയ്യാണ്. ഇതുവരെ ഉണ്ടായിരുന്ന 9 സെഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നന്നായിട്ട് തന്നെ പോയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ചില സെഷനിലൊക്കെ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ജേണി, നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ചാപ്റ്റർ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ജേണിൽ ത്രൂ ഔട്ട് നമ്മൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. നല്ല മാർക്കോടുകൂടെ വിചാരിച്ചതുപോലെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് നിങ്ങൾ ഇത്രയും സെഷൻസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഓരോരോ ആക്ഷൻ ടാസ്ക് ചെയ്തു കൊടുത്തു, ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് അറിയണ്ടേ? ആർക്കെങ്കിലും സ്വന്തമായിട്ട് തോന്നുന്നുണ്ടോ ഞാനായിരിക്കും ബെസ്റ്റ് പെർഫോമർ എന്ന്? ആർക്കെങ്കിലും സ്വന്തമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു പ്രാവശ്യം നമ്മുടെ ലേൺ വൈസിൽ നമ്മള് നിങ്ങളിപ്പോ ഇത്രയും ചെയ്ത ടാസ്കുകൾക്കും നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അച്ചീവ്മെന്റ് അവാർഡാണ് കേട്ടോ തരുന്നത്. ബെസ്റ്റ് പെർഫോമേഴ്സിന് നിങ്ങൾക്ക് എന്താ അച്ചീവ്മെന്റ് അവാർഡാണ് നമ്മുടെ ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സെഷൻസ് സക്സസ്ഫുള്ളി അറ്റൻഡ് ചെയ്തതിന് നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ടോക്കൺ ഓഫ് റെക്കഗ്നിഷൻ ആയിട്ട് തരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ജിഷ. ജിഷയുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ മാറിയോ? നെറ്റ്വർക്ക് മാറിയോ? സംസാരിക്കാൻ പറ്റുമോ?
പക്ഷെ പറയുന്നത് ആക്ച്വലി കേൾക്കുന്നില്ല. പക്ഷെ ആക്ഷൻ കാണിച്ചിട്ട് നന്ദി പറയേണ്ട അവസ്ഥയാണ്. ഓക്കെ, ശരി. നമുക്ക് ഒരു ബെസ്റ്റ് ഇപ്പൊ നമ്മൾ ഒരാളെയല്ലേ ചൂസ് ചെയ്തത്, നമുക്കിനി വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഒരാളും കൂടെ ഉണ്ട്. ഓക്കെ, ഐശ്വര്യാണ് നമ്മുടെ രണ്ടാമത്തെ ബെസ്റ്റ് പെർഫോമർ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് ആണ് കേട്ടോ നമ്മുടെ സൈഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുന്നത്. നിങ്ങളുടെ കൺസേൺ മെന്റേഴ്സ് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോ നിങ്ങൾ പലരും ജോലി തിരക്കുകൊണ്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോ ആക്ഷൻ ടാസ്കുകളും ആ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒക്കെ ചെയ്യാൻ കുറച്ചൊരു പറ്റാണ്ട് പോയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് എല്ലാരും എങ്ങനെയാണ് ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ മുതൽ ഈ ഒരു നിങ്ങളുടെ 10th സെഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ത്രൂ ഔട്ട് ജേർണി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു വീഡിയോ രൂപത്തിൽ കാണുമ്പോൾ ഒരു രസമല്ലേ, നിങ്ങളൊരു മെമ്മറി പോലെയല്ലേ. നമുക്കൊന്ന് കണ്ടാലോ രാഗിമ? ഓക്കെ, ഒരു മിനിറ്റ്. ശരി. അപ്പോ ഈ ഒരു സെഷന്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. നമ്മൾക്കിപ്പോ അക്കാദമിക് കോർഡിനേറ്റർ സാറ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന ടൈം ടേബിൾ ആണ്. നിങ്ങൾ അതിനനുസരിച്ച് വേണം ഇനി ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങാൻ കേട്ടോ. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാലോ അല്ലെ? സ്ക്രീൻ കാണാലോ അല്ലെ? സൗണ്ട് ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. സൗണ്ട് ഓക്കെയാണ്. Welcome to a visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. ഓക്കെ, അപ്പോ നമ്മുടെ ആ ഒരു ജേർണി നിങ്ങൾ ഇത്രയും ദിവസം എന്താ പറയാ കടന്നു പോയിട്ടുള്ള ആ ഒരു ജേർണിയാണ് ഇപ്പൊ നിങ്ങളെ വീഡിയോയിൽ കണ്ടത് കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ
ഇനി പറയാനുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു 10 സെഷൻസ് ഓഫ് ഓറിയന്റേഷനിലുള്ള 10 സെഷൻസ് കഴിഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ബേസിൽ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് നമ്മൾ രണ്ടുപേരെ ചൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ കൺസേൺ വെൻഡേഴ്സ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് മെന്റേഴ്സ് ഒരു ഫീഡ്ബാക്ക് ഫോം അയച്ചു തരും. ആ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫിൽ ഔട്ട് ചെയ്തിട്ട് കൊടുക്കുക. കാരണം നമുക്ക് വരും ഇനിയും ഇപ്പൊ നമ്മുടെ 8th സീസൺ ഓഫ് ഓറിയന്റേഷൻ നടന്നിട്ടുള്ളത്. ഇതിലുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഇനിയും ബെറ്റർ ആക്കിയിട്ട് നെക്സ്റ്റ് സീസൺസ് ഒക്കെ ബെറ്റർ ആക്കിയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ ഫീഡ്ബാക്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ ഫീഡ്ബാക്ക് ഫോമിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു 10 സെഷന്റെ ബേസിൽ നമ്മൾ ഒരു ഓൺലൈൻ അസസ്മെന്റ് സെഷൻ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ ഇതിൽ മര്യാദയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആർക്കെങ്കിലും ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റില് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിന് ടോപ്പർ ആയിട്ട് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം നിങ്ങൾ സെക്കൻഡ് സെഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ വളരെയധികം വാലിഡ് ആയിട്ടുള്ള ഒരുപാട് ഡിഫറെന്റ് സെഷൻസിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങളിപ്പോ ഈ ഒരു അവസാനത്തെ സെഷനിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ കരസ്ഥമാക്കട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പേരെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഒന്ന് ലൈവായിട്ട് കേട്ടാലോ? ആരെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ഒന്ന് മ്യൂട്ടൊക്കെ മാറ്റിയിട്ട് പറയൂ. പാവം ജിഷയ്ക്ക് പറയണമെന്നുണ്ട്, ജിഷയുടെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ്. ഐശ്വര്യ പറഞ്ഞോളൂ. ഇതുവരെ കൊണ്ടുവന്നില്ല. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും ഈ ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് തന്നെ ബേസിക്കലി ഏകദേശം ഒക്കെ അറിയാം, പക്ഷെ ഡെപ്തിൽ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ഓറിയന്റേഷൻ ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യം ഇഗ്നോനെ കുറിച്ചും ഈ ലേൺ വൈസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ഒരുപാട് കാര്യം എനിക്ക് അറിയാൻ പറ്റി. ഒരുപാട് കാര്യം അറിയാനും ഉണ്ട്. ഞാൻ ഇത് ചോദിക്കുന്നുണ്ട്, എന്റെ ആശ്വതി മാമിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്റെ ഉള്ളിലുണ്ട്. കാരണം ഞാൻ 5 years ഒരു ഡിഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി ഫീൽഡിലോട്ട് വീണ്ടും കയറണം. അപ്പൊ എനിക്ക് ഒരുപാട് ഞാൻ ലേസിയാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ പഠിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ബിക്കോസ് മെന്റർ ഉണ്ട്, ലേൺ വൈസിന്റെ ഫുൾ സപ്പോർട്ടും എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാം. പിന്നെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു. പിന്നെ ഓറിയന്റേഷൻ എല്ലാവർക്കും വളരെ ഉപകാരം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക്. താങ്ക് യു ഐശ്വര്യ. പിന്നെ നമ്മുടെ ഇവിടെ ഐശ്വര്യ വിനോദ് ഉണ്ടല്ലോ. ഐശ്വര്യ പറഞ്ഞോളൂ. ഈ ഫുൾ സെക്ഷൻ നല്ലതായിരുന്നു. നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സെക്ഷനുകളും നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷനുകളായിരുന്നു. ആ സൈക്കോളജിയുടെ സെക്ഷൻ ആയാലും ബാക്കി എല്ലാ കാര്യം എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അതേപോലെ നമുക്ക് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയും കൂടെ കിട്ടി എല്ലാ സെക്ഷൻ ഈ മറ്റേ സെക്ഷന്റെ ഇത് കഴിഞ്ഞപ്പോഴേക്ക്. പിന്നെ നല്ലതായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു എല്ലാ സെക്ഷനുകളും. താങ്ക് യു സോ മച്ച് ഐശ്വര്യ. വേറെ ആർക്കെങ്കിലും കൂടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടോ? എല്ലാരും പഠിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലെ? എല്ലാരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു, സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? നമുക്ക് ടൈം ടേബിൾ തന്നത് എന്തിനാന്ന് മനസ്സിലായല്ലോ അല്ലെ? എല്ലാരും ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൺസേൺ മെന്റേഴ്സ് നിങ്ങൾക്ക് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും കേട്ടോ. അതിലൂടെ പോവുക, സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു മോട്ടോ പോലെ തന്നെ ഡിസ്കവർ ലേൺ അച്ചീവ് ആ ഒരു 2 years കഴിയുമ്പോൾ എല്ലാരും തന്നെ നല്ല രീതിയിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ലേൺ വൈസ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പാണ് നമ്മൾ ഈ ഒരു 10 സെഷൻസ് വഴി നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ അത് മാക്സിമം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും മെന്റേഴ്സിന്റെ അടുത്ത് മാക്സിമം കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലരും ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, പലരും പല സ്ഥലങ്ങളിലാണ് ഉള്ളത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ മെന്റർ കോള് ആൻസർ ചെയ്യാൻ പറ്റാണ്ട് വരായിരിക്കും, മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് എടുത്തിട്ട്
നിങ്ങൾ അത് കണക്ഷൻ കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക, കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സാൻഡ്ര മാം. Once again, thank you for being here and എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഇപ്പം നമ്മൾ അശ്വതി മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോട്ടോയിലുള്ള പോലെ തന്നെ ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ്. നമ്മൾ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ലേൺ ചെയ്യാൻ പോവാണ്. അത് നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ട് വേണ്ടി നമ്മുടെ ഒരു 2 years കഴിയുമ്പോഴത്തേക്കും നമുക്കത് അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു അശ്വതി മാം ആൻഡ് താങ്ക് യു രാഖി മാം ആൻഡ് താങ്ക് യു ടു ഓൾ ലേണേഴ്സ്. താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ, സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾ എല്ലാവർക്കും കിട്ടും കേട്ടോ.